സ്നേഹമുള്ളവരെ, പിറവി തിരുനാളിൻ്റെ ആഘോഷം പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും നമ്മളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലുമെല്ലാം വളരെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലയടികൾ. എന്നാൽ ആ പിറവി തിരുനാളിൻ്റെ ആഘോഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഉള്ള മറ്റൊരു വലിയ ആഘോഷമാണ് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ. ഈ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ് നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബ ജീവിതത്തിനെ മോഡലായിട്ടുള്ളത്. ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചുവെങ്കിലും അതിൻ്റെ ഉൾപ്പൊരുളിലേക്ക് പോകുമ്പോൾ ഈ തിരുക്കുടുംബത്തിൻ്റെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ സഹനം നമ്മൾ മനസ്സിലാക്കേണ്ടതും കൂടിയാണ്. പിറവി തിരുനാൾ നമ്മൾ ആഘോഷിക്കാനിടയായപ്പോൾ ആ പിറവി തിരുനാളിൻ്റെ കാലങ്ങളിലുണ്ടായ തിരുക്കുടുംബത്തിൻ്റെ മനോവേദനകളും നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടുമുണ്ട്. നമ്മൾ ഈ പിറവി തിരുനാൾ ആഘോഷിച്ചപ്പോൾ വലിയ സന്തോഷവും പടക്കം പൊട്ടിക്കലും വലിയ ആഘോഷവും കേക്ക് മുറിക്കലും പാർട്ടികളും എല്ലാം ആഘോഷിച്ചു. എങ്കിലും വളരെയധികം കുടുംബങ്ങൾ വളരെയധികം സഹനത്തിലും ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ആയിരുന്നു. അതിനും ഒരർത്ഥമുണ്ട്. മാതാവും ഔസേപ്പിതാവും രാജകുമാരന് ജന്മം നൽകാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ചിട്ട് കിട്ടാതെ കഷ്ടപ്പെട്ട് നടന്ന ആ ദിവസങ്ങളാണ് പിറവി തിരുനാൾ. അതിനുശേഷം അധികം താമസിയാതെ അവർക്ക് ആ ഉണ്ണീശോയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെട്ട കാര്യമാണ് തിരുക്കുടുംബത്തിൻ്റെ ഹൃദയവേദനകൾ. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. തിരുക്കുടുംബത്തിൻ്റെ ചിത്രം വെച്ച് നമ്മുടെ എല്ലാ കുടുംബങ്ങളും വണങ്ങുകയും ആ തിരുക്കുടുംബത്തിൻ്റെ ഒരു അനുകരണം നമ്മളെല്ലാ കുടുംബങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഫാമിലി സിനഡ്, കുടുംബത്തെക്കുറിച്ചുള്ള സിനഡും കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളുടെ എല്ലാം പഠനം നടത്തുമ്പോഴെല്ലാം അതിൻ്റെ ഐക്കൺ ആയിട്ട് സ്വീകരിച്ചിരുന്നത് തിരുക്കുടുംബമാണ്. എവിടെയെല്ലാം കുടുംബത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തിരുക്കുടുംബത്തെക്കുറിച്ച് പഠിക്കാതെ, തിരുക്കുടുംബത്തിൽ നിന്ന് പഠിക്കാതെ നമ്മൾ നീങ്ങാറില്ല. ഇതിൽ വലിയ ദൈവിക പദ്ധതികളുണ്ട്. ഇന്നത്തെ നമ്മുടെ സീറോ മലബാർ ആരാധനാക്രമത്തിൽ ഉള്ള 4 വായനകളിൽ ആദ്യത്തെ വായന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ രംഗമാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ നല്ല ബൈബിളിലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു ഭാഗമാണ്. അതിനുശേഷം സിറാക്ക് 3-ാം അധ്യായത്തിൽ മാതാപിതാക്കളും കുട്ടികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം കൊളോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ക്രിസ്തീയ കുടുംബ ജീവിതത്തിൻ്റെ പ്രധാനമായ ആത്മീയതയെക്കുറിച്ച് പറയുന്നത് ചിന്തിക്കും. അതിനുശേഷം സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഈ തിരുക്കുടുംബം യേശുവിൻ്റെ ജനനത്തിന് ശേഷം അധികം താമസിയാതെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ ഒരിക്കൽ വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഈജിപ്തിലേക്ക് പോകാനിടയായി. ഈജിപ്ത് സന്ദർശിക്കാൻ പോയപ്പോൾ ജെറുസലേമിൽ നിന്നും ഈജിപ്തിലേക്കുള്ള യാത്ര വളരെ ദുർഘടമായ ഒരു യാത്രയായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ദൈവമേ, ഈ തിരുക്കുടുംബം ഔസേപ്പിതാവും മാതാവും ഉണ്ണീശോയെയും കൊണ്ട് കഴുതപ്പുറത്ത് എത്ര ദിവസം, എത്ര ഭയാനകമായ അവസ്ഥയിലാണ് അവർ യാത്ര ചെയ്തത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പോലും ഈജിപ്തിലേക്ക് പോകുമ്പോൾ മരുഭൂമിയും മലകളും കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വളരെയധികം വിഷമിക്കും. അങ്ങനെ വളരെ വിഷമിച്ച് ഞങ്ങൾ ഈജിപ്തിലെത്തി.
ഈജിപ്തിലെത്തി മാതാവ് ഉണ്ണീശോയുമായിട്ട് താമസിച്ച, മാതാവും ഔസേപ്പിതാവും അതായത് തിരുക്കുടുംബം ഉണ്ണീശോയുമായിട്ട് താമസിച്ച ആ സ്ഥലങ്ങളിൽ ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ ഒരു ശബ്ദം എൻ്റെ ഹൃദയത്തിൽ, കർത്താവ് സംസാരിക്കുകയാണ്. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയും പെട്ടെന്ന് ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കുകയും ചെയ്തു. എല്ലാ ക്ഷീണവും മാറി. അതിപ്രകാരമായിരുന്നു, ഞങ്ങൾ ഹെരോദേസിനെ പേടിച്ചിട്ടൊന്നുമല്ല ഈജിപ്തിലേക്ക് വന്നത്. അത് ശരിയാണല്ലോ. രാജാതിരാജനായ ദൈവം തമ്പുരാൻ എന്തിനാണ് ഹെരോദേസിനെ ഭയപ്പെടേണ്ടത്? ഒരുപക്ഷെ ആ ഒരു പദപ്രയോഗം അവിടെ ഉപയോഗിച്ചതേ ഉള്ളൂ. ദൈവം ഒരാളെ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. തുടർന്ന് കേൾക്കുകയാണ്, ഈജിപ്തിൽ നമ്മുടെ ജനത 400 സംവത്സരം അനുഭവിച്ച കഠിനമായ യാതനകളുടെയും അടിമത്വത്തിൻ്റെയും വേദനകളുടെയും ആ നാട്ടിലേക്ക് ഞങ്ങൾ വന്നത് അവരുടെ ആ വേദനകളിൽ പങ്കുചേരാനും അതിനുശേഷം വിജയശ്രീലാളിതരായി വീണ്ടും മടങ്ങാൻ, അങ്ങനെ ആ എക്സോഡസ്, ആ പുറപ്പാടിൻ്റെ ഒരു പുനരനുഭവത്തിന് വേണ്ടിയാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, അതിനുശേഷം ഞാൻ ഉടനെ വന്ന് ബൈബിൾ കമൻട്രികളെല്ലാം നോക്കി. ഈ ഉൾക്കാഴ്ച കിട്ടിയത്, ഈ ഒരു ഇൻസ്പിറേഷൻ ഈ കർത്താവ് അരുളി ചെയ്തത് എനിക്ക് നല്ല വിശ്വാസമായെങ്കിലും അതൊന്ന് പ്രഘോഷിക്കുന്നതിന് മുമ്പ് ഒരു ആധികാരികത, ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് മിക്കവാറും എല്ലാ ബൈബിൾ കമൻട്രികളും പറയുന്നത്, ടു റീലിവ് ദ എക്സോഡസ്. അവർ തിരുക്കുടുംബം ഈജിപ്തിലേക്ക് വന്നത് ദൈവജനത്തിൻ്റെ, ഇസ്രായേലിൻ്റെ ആ വേദനകളിൽ പങ്കുചേർന്ന് അതിന് രക്ഷാകരമായ ഒരു മൂല്യം കൊടുക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഏറ്റവും ചലഞ്ചിങ്, ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു രംഗമാണ് കുടുംബങ്ങളുടേത്. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും പ്രത്യേകിച്ച് കുട്ടികളുടെ വളർച്ചയിലും എല്ലാം നമ്മൾ എല്ലാ വശത്തു നിന്നും വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും തിരുക്കുടുംബത്തിൻ്റെ മാതൃകയോട് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് നമുക്ക് ആ തിരുക്കുടുംബം പോലെ ആകാൻ സാധിക്കില്ലെങ്കിലും ആ തിരുക്കുടുംബത്തെ നോക്കിയാൽ അതിൽ നിന്നും പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. ആ തിരുക്കുടുംബത്തിൻ്റെ എളിമയും സഹനവും, യേശുവിനെ കേന്ദ്രീകരിച്ച് യേശുവിന് ചുറ്റും യേശുവിന് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയും ദൈവഹിതം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള അവരുടെ യാത്ര. ഔസേപ്പ് നീതിമാനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, മറിയത്തെ ഗർഭിണിയായ അവസ്ഥയിൽ, വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ അവസ്ഥയിൽ ഔസേപ്പ് മനസ്സിലാക്കിയപ്പോൾ എന്താണ് ഔസേപ്പ് ചെയ്തത്? ഒരു യഹൂദനായിരുന്ന ഔസേപ്പ്, മറിയവും യഹൂദയായിരുന്നു. ഈ യഹൂദ നിയമങ്ങൾ ഒന്നും പാലിക്കാതെ പുതിയ നിയമത്തിന്റെ നീതിയിലേക്ക് ദൈവം ഔസേപ്പിനെ ഉപയോഗിക്കുകയാണ്. പുതിയ നിയമത്തിലെ നീതി സ്നേഹമാണ്, കരുണയാണ്. പഴയ നിയമത്തിലെ മോശയുടെ നിയമപ്രകാരമുള്ള യഹൂദ നീതി അനുസരിച്ച്
അതുപോലെയുള്ള വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാവുന്ന ഒരു സ്ത്രീയെ അന്വേഷിച്ച് പരസ്യമായി അവഹേളിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം. എന്നാൽ ഔസേപ്പിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ പ്രചോദനം ഇതായിരുന്നു: അവൻ നീതിമാനാകയാൽ അവളെ അവഹേളിക്കാതെ, അവളെ അപമാനിതയാക്കാതെ രഹസ്യമായിട്ട് അതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. ഇതാണ് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന് പറയുന്നതിൽ ഈ തിരുക്കുടുംബത്തിന്റെ ആരംഭത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരവസ്ഥ. ആ തിരുക്കുടുംബത്തിന്റെ ആരംഭം ദൈവനീതിയിൽ, ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായി. നമ്മൾ ഈ വർഷം കരുണയുടെ വാതിൽ തുറന്നിരിക്കുന്നു. കരുണയാണ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ട വലിയ ഒരു പ്രവാഹം. ദൈവത്തിന്റെ കരുണയുടെ പ്രവാഹം ഭർത്താവിലും ഭാര്യയിലും മക്കളിലും ഉണ്ടാകണം. എങ്കിൽ നമ്മൾ ആ തിരുക്കുടുംബത്തെ പോലെയാകും. ആ കുടുംബത്തിന്റെ ആരംഭം ഇതായിരുന്നു: അവർ നീതിമാന്മാരായി. ആ ദൈവനീതിയാണ് പുതിയ നിയമത്തിന്റെ പ്രധാന ഘടകം. ഈ പുതിയ നിയമത്തിലെ ഈ ദൈവനീതി, ഈ കരുണാർദ്രമായ സ്നേഹം ദൈവത്തിൽ നിന്ന് ഒഴുകുന്നതാണ്. ദൈവം നൽകിയത് കൊണ്ടാണ്. മറിയത്തിന്റെ ജീവിതം തന്നെ ദൈവത്തിന്റെ കൃപ നിറഞ്ഞ അവസ്ഥയാണ്. എന്താണ് കൃപ? കൃപ എന്നത് ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. ദൈവിക ജീവൻ മറിയത്തിൽ പൂർണ്ണമായി ലയിച്ചുകൊണ്ട് കൃപ നിറഞ്ഞവളായ മറിയം ഉത്ഭവഭാവം പോലും ഇല്ലാതെ ജനിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ ഒരു ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത്. മാമോദീസായിലൂടെ കൃപ നിറഞ്ഞ് ദൈവമക്കളായി കൃപ നിറഞ്ഞ ഒരവസ്ഥയാണ് നമ്മുടേതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തിരുക്കുടുംബത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ജീവിതം ആ തിരുക്കുടുംബത്തിനോട് ഒട്ടിച്ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ മാതാവിനും ഔസേപ്പിനും ലഭിച്ച ആ ദൈവനീതി മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കണം. നമ്മുടെ കുടുംബം അവരുടെ പോലെ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കഷ്ടതയിലും ദാരിദ്ര്യത്തിലും എളിമയിലും മുന്നേറുന്നതിന് ഉള്ള ഒരു ആഹ്വാനം കൂടി നമ്മൾ സ്വീകരിക്കണം. ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ കൺസ്യൂമറിസം, ഈ കൺസ്യൂമറിക് തിങ്കിങ് എല്ലാം ധനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഭൗതികതയെ കേന്ദ്രീകരിച്ചുകൊണ്ടും നീങ്ങുകയാണെങ്കിൽ തിരുക്കുടുംബവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. തിരുക്കുടുംബത്തിന്റെ പടം വെച്ചിരിക്കുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിലെ ആത്മീയ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ദൈവനീതി. ജോസഫ് നീതിമാനായിരുന്നു, അതുപോലെ മാതാവും ദൈവനീതിയിലുള്ള ജീവിതമായിരുന്നു. അത് സൗജന്യമായി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്നത് ആ ദൈവനീതിയും ദൈവകൃപയും നിറഞ്ഞ ഒരു ജീവിതമാണ്. ലൂക്കയുടെ സുവിശേഷത്തിലാണ് ഈശോയുടെ ബാല്യകാലത്തെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. വെറും 13 വചനങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 40 മുതലുള്ള വചനങ്ങളിൽ പറയുന്നത് ഇതാണ്: ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ ശക്തനായി. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളും തിരുക്കുടുംബവും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ തിരുക്കുടുംബത്തിൽ നിന്നും പഠിക്കേണ്ട ഒന്നിതാണ്: ഈ ശിശുവിനെ അവർ എങ്ങനെ വളർത്തി. ദൈവപുത്രൻ തന്നെയായ ശിശു പരിശുദ്ധ അമ്മയുടെ ജ്ഞാനത്തിന് വിധേയനായി ജീവിച്ചു. അവൻ ജ്ഞാനത്തിൽ വളർത്തും. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, 2 തരത്തിലുള്ള ജ്ഞാനമാണുള്ളത്. ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും, അതായത് സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനവും, മറ്റൊന്ന് സൃഷ്ടിയെ കുറിച്ചുള്ള ജ്ഞാനം.
ഇന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, നമ്മൾ മാതാപിതാക്കൾ ഒരു മോഡലുമില്ല നമുക്ക്. നമ്മൾ കാണുന്ന മോഡൽ തിരുക്കുടുംബത്തിന്റെ മോഡൽ അല്ല. നമ്മൾ കാണുന്ന മോഡൽ ഈ രാജ്യത്തെയോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യത്തെയോ ഭൗതികമായ ഒരു മെറ്റീരിയലിസ്റ്റിക്കായ കൺസ്യൂമറിസ്റ്റിക്കായ ഒരു ലോകത്തിന്റെ മോഡലിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് ഒരു വാല്യൂ ഇല്ല. നമ്മുടെ ജീവിതത്തിന്റെ വില ഈ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അനന്തമായ ഒരു ജീവിതത്തിന്റെ വിലയാണ് നമുക്കുള്ളത്. അനന്തമായ ജീവിതത്തെ വില വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ നടത്തുന്ന വിദ്യാഭ്യാസവും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വിദ്യാഭ്യാസവും അവർക്ക് കൊടുക്കുന്ന ഫോർമേഷനും സൃഷ്ടാവിന്റെ ജ്ഞാനവുമായിട്ട് യാതൊരു ബന്ധവും ഇതില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രഥമമായിട്ട് കൊടുക്കേണ്ടത് ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം. ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി 12 വയസ്സുള്ളപ്പോൾ ഈ ശിശുവിനെയും കൊണ്ട് ഔസേപ്പിതാവും മാതാവും ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് ആ ജെറുസലേം ദേവാലയത്തിൽ ഈ ബാലനെ സൺ ഓഫ് ദ ലോ, നിയമത്തിന്റെ മകൻ എന്ന ആ വരം കിട്ടുന്നതിന് മുൻപുള്ള അവരുടെ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് അങ്ങനെ അവൻ കോൺസെക്രേറ്റഡ് ആയി അവന്റെ ബാലൻ ഇതാ ദൈവ പദ്ധതി അനുസരിച്ച് അവനെ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ അതിനുശേഷം ഉപാധ്യായന്മാരോട് കൂടെ ഇരുന്ന് അവൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ 12 വയസ്സായ ബാലന്റെ സംസാരം കേട്ടിട്ട് അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഇതിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലോഗോസ് ക്വിസിലെല്ലാം ചെറുപ്പം കുട്ടികൾ 12-15 വയസ്സായ കുട്ടികൾ വചനത്തെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചും അവർ പറയുന്ന ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ നമുക്കിത് ശരിക്കും മനസ്സിലാക്കാം, ഈ യേശുവിനുണ്ടായ അതേ ജ്ഞാനം നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകാം. പക്ഷെ നമ്മുടെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ഈ തിരുക്കുടുംബത്തെ ലക്ഷ്യം വെച്ചാട്ടാണെങ്കിൽ നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് മക്കളോടുള്ള ഏറ്റവും വലിയ കടപ്പാട് അവരെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ വളർത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലോകത്തിന്റെ ജ്ഞാനവും സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനവും ബയോളജി, സുവോളജി, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ് ഇതെല്ലാം അവർ പഠിക്കും. എന്നാൽ അവർ അതെല്ലാം പഠിക്കുന്നതിന് മുമ്പ് പഠിക്കേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ദൈവത്തെക്കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ അവരുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ, അടിത്തറ ശക്തമാകുള്ളൂ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാന വ്യത്യാസം ഇതാണ്. നമ്മൾ തിരുക്കുടുംബത്തിനെ മോഡലായിട്ട് സ്വീകരിക്കുമ്പോൾ, ഇന്ന് തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തിന്റെ ഉറവിടം എവിടെന്നാണ്. ഈ കാര്യത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം 26, 27, 28 വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉൽപ്പത്തി 1-ാം അധ്യായം 26, 27, 28 വചനങ്ങളിൽ പറയുന്നത്, അനന്തരം ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം, നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. 28-ാമത്തെ വചനം, അങ്ങനെ സ്ത്രീയും പുരുഷനും സ്ത്രീയുമായി ദൈവം സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഈ ഭൂമിയെ കീഴടക്കാൻ ഉള്ള ഒരു വലിയ ശക്തിയാണ് ഓരോ കുടുംബവും. ഭൂമിയെ കീഴടക്കാൻ സ്ത്രീയും പുരുഷനുമായി ആദ്യത്തെ കുടുംബത്തെയാണ് ദൈവം സൃഷ്ടിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യം ഇതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മറ്റൊരു സൃഷ്ടിക്കും കൊടുക്കാത്ത
വലിയ ഒരു അനന്യത, യുണീക്നെസ് കൊടുത്ത ഇതാണ്, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം അതിനു മുമ്പ് സൃഷ്ടികർമ്മം പ്രപഞ്ചത്തിന്റെ മുഴുവനും പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നിട്ട് ആ ശേഷം പറയുകയാണ്, ഇനി നമുക്ക് നമ്മുടെ ഛായയിൽ. ഇവിടെയാണ് ഇന്നും നമ്മുടെ കുടുംബങ്ങൾക്ക് മനസ്സിലാകാത്ത രഹസ്യമാണ്. എന്താണ് ആ ഛായ? എന്താണ് ആ സാദൃശ്യം? എന്താണ് ആ ഛായ? നമ്മൾ ഓരോരുത്തരും ഒരു കുടുംബത്തിൽ നിന്നാണ് പറക്കുന്നത്. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എന്താണ് നമ്മുടെ ഛായയും സാദൃശ്യം? കർത്താവ് അരുളി ചെയ്ത ഛായയും സാദൃശ്യവും എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടും. ഛായ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വ്യക്തിത്വമാണ്. ദൈവം ആനയെ സൃഷ്ടിച്ചു, കുതിരയെ സൃഷ്ടിച്ചു. എന്നാൽ ആനയോ കുതിരയോ ഒരു വ്യക്തിയല്ല. മനോഹരമായ ഈ സൃഷ്ടിപ്രപഞ്ചം സൃഷ്ടിച്ചു, അതൊരു വ്യക്തിയല്ല. ഈ ശക്തിയും പ്രകാശവും നൽകുന്ന സൂര്യനെ സൃഷ്ടിച്ചു, എന്നാൽ സൂര്യൻ ഒരു വ്യക്തിയല്ല. മനുഷ്യൻ മാത്രമാണ് ദൈവത്തിന്റെ വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്ന ഏക സൃഷ്ടി. അതുപോലെ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്. എന്താണ് ദൈവത്തിന്റെ സാദൃശ്യം? സ്നേഹമുള്ളവരെ, ഇത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ സാദൃശ്യം ആത്മീയവും അനന്തതയുമാണ്. സ്പിരിറ്റ് ആൻഡ് എറ്റേണൽ ഇമ്മോർട്ടാലിറ്റി. ദൈവം ഒരിക്കലും മരിക്കുന്നില്ല. ദൈവം അനന്തതയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, അനശ്വരതയുടെ സാദൃശ്യത്തിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. കാറ്റഗിസത്തിൽ 357-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ ഒരു വ്യക്തിയായി സൃഷ്ടിച്ചു. മനുഷ്യനെന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാത്മ്യം, ദൈവം അവനെ എന്തോ ആയിട്ടല്ല സൃഷ്ടിച്ചത്, ഒരു വസ്തുവായിട്ടല്ല സൃഷ്ടിച്ചത്, ദൈവത്തെ പോലെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് സൃഷ്ടിച്ചത്. കാറ്റഗിസത്തിൽ 1703-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ആത്മീയവും അനശ്വരവുമായ ഒരാത്മാവിന് നൽകിയിട്ടുള്ള ഏക സൃഷ്ടി മനുഷ്യനാണ്. അപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നമ്മൾ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദവും ഹവ്വയും എന്ന ആ ആദ്യ കുടുംബം ചെയ്തു പോയ തെറ്റിനെ യേശു വന്ന് അതിനെ പരിഹരിക്കുകയും ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുകയും ചെയ്യാം. ആ പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുകയും ആ പുതിയ കുടുംബത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ജ്ഞാനവും കൃപയും എല്ലാം യേശുവിൻ്റെ ജീവനിൽ നിന്ന് നൽകുകയാണ്. ദൈവത്തിന് ഈ രക്ഷകനെ പിറക്കാൻ വേണ്ടി പല വിധത്തിലും വരാമായിരുന്നു. പക്ഷേ ദൈവം ഒരു സ്ത്രീയിൽ നിന്ന് അവനെ പ്രസവിപ്പിച്ചു, ഒരു കുടുംബത്തിൽ വളർത്തി. അങ്ങനെ ഒരു കുടുംബ കേന്ദ്രീകൃതമായ ആത്മീയതയാണ് ബൈബിളിന്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്നത്. പിറവി തിരുനാളിന് മുൻപുള്ള ഏതാനും ആഴ്ചകളിലെല്ലാം നമ്മൾ കേട്ട വചനഭാഗങ്ങളിൽ നമുക്ക് കാണാം, പഴയ നിയമത്തിലെ വന്ധ്യകളായിരുന്ന സ്ത്രീകൾ, പ്രസവശേഷി ഇല്ലാത്ത വന്ധ്യയായിരുന്ന ഒരു സ്ത്രീകളുടെ നിര നമ്മൾ കണ്ടു. അബ്രാഹത്തിന്റെ ഭാര്യ സാറായി, അതുപോലെ തന്നെ സാംസന്റെ അമ്മ, അതുപോലെ സാമുവലിന്റെ അമ്മ, അതുപോലെ ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ അമ്മ എലിസബത്ത്, ഇവരെല്ലാം വന്ധ്യകളായിരുന്നു. ഇതാണ് പഴയ നിയമത്തിന്റെ
ഫലം പുറപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥ. എന്നാൽ എലിസബത്തിന്റെ അടുത്തേക്ക് അതേ ഗബ്രിയേൽ ദൂതൻ തന്നെ വന്ന് ദൈവത്തിന്റെ അരുളപ്പാടിലൂടെ ഒരു പുതിയ അനുഗ്രഹം അവിടെ വരികയാണ്. ഈ വന്ധ്യകളായ ഓരോരുത്തരോടും ദൈവം അരുളി ചെയ്തു, നിങ്ങൾക്ക് സന്താനം ഇല്ലാത്ത അവസ്ഥ മാറി, നിങ്ങളുടെ വരണ്ട ഗർഭത്തിൽ ഇതാ പുതിയ ഒരു അനുഗ്രഹം വരാൻ പോവുകയാണ്. മാതാവാകട്ടെ ഒരു കന്യകയായ മറിയത്തിലൂടെ ഇതാ പുത്രൻ പിറക്കും. ഈ കന്യകയായ, ഈ പുതിയ നിയമമായ, ഈ പുതിയ ഉടമ്പടിയായ മറിയം ഇതാ എലിസബത്തുമായി കണ്ടുമുട്ടുന്ന രംഗത്തിൽ എലിസബത്തിന്റെ ആ പഴയ അവസ്ഥയിൽ ഇതാ ഒരു പുതിയ അവസ്ഥ വന്നിരിക്കുന്നു, പുതുജീവൻ വന്നിരിക്കുന്നു. മറിയം എലിസബത്തിനെ കണ്ട മാത്രയിൽ മറിയത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് എലിസബത്തിലേക്ക് ചാടുന്നു. എലിസബത്തിന്റെ ഉള്ളിൽ കുഞ്ഞു കുതിച്ചു ചാടുന്നു. ഇതാ തിരുക്കുടുംബത്തിന്റെ മറ്റൊരു അനുഭവം. അവിടെ ഈ രണ്ട് പഴയതും പുതിയതും ഒന്നിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതം ഒരു പുതിയ നിയമത്തെ കേന്ദ്രീകൃതമായി, യേശുവിനെ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാകണം. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. സൃഷ്ടിയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിൽ പറയുകയാണ്, കാറ്റക്കിസത്തിലെ ആദ്യത്തെ ഖണ്ഡിക പറയുന്നത്, അനന്ത ഗുണസമ്പന്നനായ ദൈവം നന്മ മാത്രം കാംക്ഷിച്ചുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ദൈവിക ജീവനിൽ പങ്കാളിയാക്കാൻ വേണ്ടിയാണ്. ജീവിത പങ്കാളി എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന്റെ ജീവനിൽ പങ്കാളിയാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഓരോ കുടുംബത്തിന്റെയും ജീവിതം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ തിരുക്കുടുംബത്തിന്റെ ജീവനിൽ നമ്മൾ ഓരോരുത്തരും മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കുർബാനയിലൂടെയും പങ്കാളികളാണ്. അവരിൽ പ്രവർത്തിച്ച അതേ കൃപാവരമാണ് നമ്മളിലും പ്രവർത്തിക്കുന്നത്. എന്നാൽ എൻ്റെ ഒരു എളിയ അഭിപ്രായം ഇതാണ്, ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ദൈവിക ജ്ഞാനത്തിന്റെ പെട്ടി നമ്മൾ ഇനിയും തുറന്നിട്ടില്ല. നമ്മളത് തുറക്കണം. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നമ്മൾ ആരംഭിക്കണം. എളിമയിലും സഹനത്തിലും കഷ്ടതകളിലും ദാരിദ്ര്യത്തിലും നമ്മൾ തിരസ്കരിക്കാതെ അവയെ സ്വീകരിക്കുന്ന ഒരു മനോഭാവമാണ് ജ്ഞാനം. അതോടൊപ്പം ഈ ലോകത്തിന്റെ വിജ്ഞാനങ്ങൾ എന്തെല്ലാമായാലും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ അധിഷ്ഠിതമാകുന്നതിന് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിന്റെ ചാലക ശക്തി. വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രബോധനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാറ്റക്കിസത്തിൽ 1718 പറയുന്നത് ഇതാണ്, നമ്മുടെ സന്തോഷത്തിന്റെ ഉറവിടം ദൈവം തന്നെയാണ്. നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവിൽ നിന്ന് ശക്തി സംഭരിക്കുന്നു, നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന്. ഇങ്ങനെ ഒരു ചിത്രം നമ്മളുടെ ഉള്ളിലുണ്ടാകണം. ദൈവം നമ്മളിൽ വന്നിരിക്കുന്നത് നമ്മൾക്ക് ശക്തിയേകുവാനും കരുത്തേകുവാനും ജ്ഞാനമേകുവാനുമായിട്ടാണ്. ആ ദൈവത്തിൽ നിന്ന് ജ്ഞാനവും കരുത്തും ശക്തിയും നേടിയാൽ മാത്രമേ നമ്മുടെ കുടുംബം തിരുക്കുടുംബം പോലെ ആകുകയുള്ളൂ. അവിടെ നമ്മൾക്ക് വലിയ സന്തോഷമുണ്ടാകും. നമ്മൾ ദാരിദ്ര്യത്തിലാണെങ്കിലും നമുക്ക് സന്തോഷമുണ്ടാകും. കാരണം ദൈവം അറിയാതെ ഒരു കഷ്ടതയും ഒരു ദാരിദ്ര്യവും ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാകില്ല. ഈ തിരുക്കുടുംബം എന്തുകൊണ്ടാണ് തിരുക്കുമാരനെ പ്രസവിക്കാൻ സ്ഥലം കിട്ടാതെ ഒരു കാലിത്തൊഴുത്തിൽ പ്രസവിക്കേണ്ടി വന്നത്? ദൈവത്തിന്റെ ജ്ഞാനമാണത്. ഈ ലോകത്തിന്റെ മുഴുവനും ദാതാവായ ദൈവക്കുഞ്ഞിനെ ഈ ലോകത്തിന്റെ ഒന്നും വേണ്ട, ഈ ലോകത്തിൽ നിന്നുള്ളതിൽ ആശ്രയിക്കാതെ മനുഷ്യനെ ഒരു മാതൃക നൽകാൻ കൂടി വേണ്ടിയാണ്. ഈ ലോകവും അതിൻ്റെ മോഹവും അല്ല നമ്മുടെ കുടുംബങ്ങളെ നയിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ദിശ വളരെ
തെറ്റായ ഒരു വഴിയാണ്. ലോകവും അതിൻ്റെ മോഹത്തിൻ്റെയും ഭൗതികതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകൾ പിന്നീട് കാണുന്നുണ്ട്. മക്കൾ അമ്മയെയും അപ്പനെയും തല്ലുന്നത് വരെ കാണുന്നു. എന്തുകൊണ്ട്? ആ മക്കളിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും കൃപയും ചെറുപ്പം നാളിൽ മാതാപിതാക്കൾ തന്നെ പകർന്നില്ലെങ്കിൽ അവർ നമുക്ക് തന്നെ വിനയായി മാറുന്നതിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മുടെ ജീവിതം ഒരു ക്രിസ്റ്റോ സെൻട്രിക് തിരുക്കുടുംബം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒറ്റ വാക്യതാണ് ക്രിസ്റ്റോ സെൻട്രിക്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ ക്രിസ്തു നമ്മളെ നയിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുടുംബ പ്രതിഷ്ഠയെല്ലാം ചെയ്യുന്നത്. കുടുംബ പ്രതിഷ്ഠയും തിരുക്കുടുംബവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സ്നേഹമുള്ളവരെ, ഈ പിറവി തിരുനാളിലൂടെ നമ്മൾ സ്വന്തമാക്കേണ്ടത്, ഇതിൻ്റെ ആഘോഷമെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു ക്രിസ്റ്റോ സെൻട്രിക് കുടുംബമാക്കി മാറ്റാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബമാക്കി മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകൾ, മദർ തെരേസയുടെ വളരെ വിഖ്യാതമായ ഒരു വാക്കുകളാണ്, എ ഫാമിലി ഹു പ്രേസ് ടുഗദർ വിൽ സ്റ്റേസ് ടുഗദർ. കുടുംബത്തിലുള്ള ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ സംഭരിക്കാത്തത് കൊണ്ട്, വേണ്ട മാതിരി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ആ പ്രാർത്ഥനകൾ വെറും ഒരു അധര വ്യായാമമാകാതെ ദൈവത്തിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതിന് തുറക്കുന്ന രീതിയിലുള്ള ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന വേണം. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം കൊണ്ടാണ്, വചനം കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഈ കുടുംബ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനുള്ള എല്ലാ ശക്തികളും നമുക്ക് ഇന്നത്തെ ഈ തിരുനാളിലൂടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അതിന് ഉപയോഗിച്ചാൽ മതി. ഈ ദാനങ്ങളും വരങ്ങളും പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തെ ഈ തിരുക്കുടുംബത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അതിൽ നിന്നും പഠിച്ചുകൊണ്ട്, അവരിൽ നിന്നും പഠിച്ചുകൊണ്ട് കരുണയുടെയും സ്നേഹത്തിൻ്റെയും, ആരെയും കുറ്റപ്പെടുത്താതെ, പലതും കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല എന്ന ഏശയ്യായുടെ പ്രവചനം ഈശോ പാലിച്ച പോലെ നമുക്കും എളിമയോടെ, സ്നേഹത്തോടെ, കനിവോടെ, കരുണയോടെ നമ്മുടെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം സ്വീകരിക്കുകയും യേശു കേന്ദ്രീകൃതമായ ക്രിസ്റ്റോ സെൻട്രിക് ആയിട്ടുള്ള ഒരു കുടുംബം നമുക്ക് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് കാഴ്ചവെച്ച് കർത്താവിന് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്.